ഹലോ, ഇന്നൊരു ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകാനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ജനലൊക്കെ തുറന്ന് ഇട്ടതിന് ശേഷം റൂമൊക്കെ നന്നായി പൊടി തട്ടി അടിച്ചു വരുന്നുണ്ട്. അതിനുശേഷം ടേബിള് ഒക്കെ നന്നായി നല്ല പൊടിയുണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം നനച്ചാണ് തുടയ്ക്കണത്, നല്ലോണം പൊടിയുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ടീപ്പോയി ഉണ്ട്, അതും അതിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതും നന്നായിട്ട് വെള്ളം നനച്ച് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ചാർജ് കുത്താനും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ടേബിളും കൂടെ ഉണ്ട്, അതും കൂടെ നന്നായിട്ട് എല്ലാവരും അതിലിരിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഡെയിലി ചെയ്യുന്ന ഒന്നാണ് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാന്നുള്ളത്. അതും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും റൂമിലേക്ക് വന്ന് റൂമിൽ കൊച്ചിൻ്റെ സ്റ്റഡി ടേബിളുമൊക്കെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊടി തട്ടി ചെറുതായി ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഡ്രസ്സിങ് ടേബിളാണ്. അവിടെ നല്ലോണം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ഒന്ന് നന്നായി ഗ്ലാസ്സൊക്കെ നന്നായിട്ട് തുടച്ച് അതുമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം പൊടിയുണ്ട്, അത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതായത് സാധനത്ത് നല്ല ക്ലിയറായിട്ട് അതെടുത്ത് വെക്കുന്നുണ്ട്. വെള്ളം നനച്ച് തന്നെയാണ് കേട്ടോ എല്ലാവരും തുടക്കുന്നത്, കാരണം അത്രയും പൊടിയുണ്ട്. ഒക്കെ നല്ല ക്ലിയറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ് സൈഡിലുള്ള ഒരു ടേബിളാണ്. അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം AC-യുടെ റിമോട്ടും ഫാനിൻ്റെ റിമോട്ട് പിന്നെ കാക്കയുടെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിട്ടുണ്ട്. ബെഡൊക്കെ നല്ല ക്ലീനാക്കി റൂമൊക്കെ തുടച്ച് നല്ല ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.